ഹായ് എവരി വൺ, വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ട കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് സ്ലൈഡിൽ നമുക്ക് ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ആൻ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ആൻഡ് ദി എക്സിസ്റ്റിംഗ് ഇൻട്രസ്റ്റ് ടുഗദർ ഓവർ എ ഗിവൺ ടൈം പീരീഡ്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഒരു പലിശ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. ആ പലിശയും പ്രിൻസിപ്പൽ എമൗണ്ടും ആഡ് ചെയ്തതിൻ്റെ പലിശയായിരിക്കും. അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ദി ഇൻട്രസ്റ്റ് അക്യുമുലേറ്റഡ് ഓൺ ദി പ്രിൻസിപ്പൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈസ് ഓൾസോ ആഡഡ് ടു ദി പ്രിൻസിപ്പൽ ആൻഡ് ബിക്കം ദി ന്യൂ പ്രിൻസിപ്പൽ എമൗണ്ട് ഫോർ ദി നെക്സ്റ്റ് ടൈം പീരീഡ്. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഓൾറെഡി ഒരു ഇൻട്രസ്റ്റ് കയ്യിലുണ്ടാവും. ആ ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ എമൗണ്ടും ചേർത്തതായിരിക്കും അടുത്ത വർഷത്തിലെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് വരിക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല നമുക്ക് നോക്കാം. P × 1 + R / 100 ഓൾ പവർ n മൈനസ് പി. ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല വരുന്നത്. പി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രിൻസിപ്പൽ ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ എത്ര രൂപയാണ് കടമെടുത്തിട്ടുള്ളത് അതാണ്, അല്ലെങ്കിൽ നമ്മൾ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെന്താണ്? ആറ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ്, പലിശ നിരക്കാണ് വരുന്നത്. എൻ എന്ന് പറയുമ്പോൾ എന്താണ്? ടൈം, അത് വർഷത്തിലാണ് നമ്മൾ പറയുക. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? എമൗണ്ടിന്റെ ഫോർമുല തന്നിട്ടുണ്ട്. എമൗണ്ടിന്റെ ഫോർമുല എന്താണ്? P × 1 + R / 100 ഓൾ പവർ n. പിന്നെ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ കൂടി തന്നിട്ടുണ്ട്. എന്താണ്? A - P. എ എന്ന് പറയുമ്പോൾ എന്താണ്? എമൗണ്ട് ആണ്, ടോട്ടൽ എമൗണ്ട് ആണ് വരുന്നത്. പി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ നമുക്ക് ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ 1000 at 10% per annum for 2 years. നമുക്കിവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഫസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല എഴുതാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു P × 1 + R / 100 ഓൾ പവർ n. പിന്റെ വാല്യൂ എത്രയാണ്? 1000. ആറിൻ്റെ വാല്യൂ എത്രയാണ്? 10 / 100. എൻ്റെ വാല്യൂ എത്രയാണ്? 2. അപ്പോൾ 10ൻ്റെ ഒരു 0, 100ൻ്റെ ഒരു 0 ക്യാൻസൽ ആയിപ്പോയി. പിന്നെന്താണ് വരുന്നത്? 1000 × 1 നമുക്ക് 1/1 എന്ന് എഴുതാം, പ്ലസ് 1/10 ഹോൾ സ്ക്വയറും വരുന്നുണ്ടല്ലോ. പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ പി മൈനസ് ചെയ്യണമല്ലോ. അത് ഞാനിവിടെ എഴുതിയില്ല. പി എന്ന് പറയുമ്പോൾ എന്താണ്? 1000 തന്നെയല്ലേ. ഒന്ന് ബൈ ഒന്ന് എന്ന് ഇവിടെ എഴുതിയില്ലേ. അപ്പം നമുക്ക് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും എന്ത് ചെയ്യാം? 10നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 10/10 പ്ലസ് 1/10 വരും. അപ്പം 11/10 അല്ലേ വരിക? 1000 × 11/10 സ്ക്വയറും ഉണ്ട്, മൈനസ് 1000 തന്നെ. 1000 × 11ൻ്റെ സ്ക്വയർ എത്രയാണ് വരുന്നത്? 121. 10ൻ്റെ സ്ക്വയർ 100, മൈനസ് 1000 വരും. ഇവിടെ 100ൻ്റെ 2 പൂജ്യവും 1000ത്തിൽ നിന്ന് 2 പൂജ്യം ക്യാൻസലായി പോയി. അപ്പോൾ 10 × 121 അല്ലേ വരിക? 10 × 121 എന്ന് പറയുമ്പോൾ 121 ഒരു പൂജ്യം ഇട്ടാൽ മതി. 1210. പിന്നെ 1000 മൈനസ് ചെയ്യും കൂടി ചെയ്യണ്ടേ. അപ്പോൾ എത്രയാണ് വരിക? 210 വരും. 210 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ച് കണ്ടുപിടിക്കുമ്പം നമ്മൾ ആദ്യത്തെ വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ. ആ ഇൻട്രസ്റ്റും എമൗണ്ടും കൂടെ ചേർത്തിട്ട് അടുത്ത വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും കണ്ടുപിടിക്കുക. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് 1 = P × R ×
ടി ഡിവൈഡഡ് ബൈ 100. പി എത്രയാണ് വരുന്നത്? 1000 വരും. ആർ എത്രയാണ് വരുന്നത്? 10% തന്നെ, മാറ്റമില്ല. പിന്നെ ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ വർഷത്തേക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് കണ്ടുപിടിക്കുക സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ വരുമ്പോൾ. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 100ൻ്റെ 2 പൂജ്യവും 1000 നിന്ന് 2 പൂജ്യവും ക്യാൻസലായി. പിന്നെ ബാക്കി ഒരു 100 തന്നെയല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 100 വന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? പ്രിൻസിപ്പൽ എമൗണ്ട് മാറും. അപ്പോൾ ആദ്യത്തെ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 1000 പ്ലസ് 100 എന്ന് പറയുമ്പോൾ 1100 വരുമല്ലോ. അപ്പോൾ രണ്ടാമത്തെ വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 1100 പിൻ്റെ വാല്യൂ വരിക. ആറിൻ്റെ വാല്യൂ എത്രയാണ്? 10 വരും. ടീൻ്റെ വാല്യൂ എത്രയാണ്? 1. പിന്നെ 100നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100ൻ്റെ 2 പൂജ്യവും ഇവിടുത്തെ 2 പൂജ്യവും ക്യാൻസലായി. പിന്നെ 11 × 10 വരും. എത്രയാണ് വരിക? 110 അല്ലേ? 110 വന്നു. അപ്പോൾ 110 100 എന്ന് പറയുമ്പോൾ 210 തന്നെ വന്നു. അപ്പോൾ 2 ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടി. നമ്മൾ ഈ 2 മെത്തേഡ് നോക്കിയത് ചിലപ്പോൾ നമുക്ക് എക്സാമിന് അതേപോലെ ചെയ്യേണ്ട ഒരു കേസ് വരും. അതുകൊണ്ടാണ് ഞാനിത് ഓൾറെഡി പറഞ്ഞു പോയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അരുൺ ബോറോഡ് എ സം ഓഫ് ₹9,000 ഫ്രം ജയന്തി അറ്റ് 10% റേറ്റ് ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പെർ ആനം compounded annually. Find the total amount paid by Arun after 2 years to clear all dues. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ എമൗണ്ട് ആണ്. ടോട്ടൽ എമൗണ്ടിൻ്റെ ഫോർമുല നമുക്കറിയാലോ. എന്താണ്? A = P × 1 + R ഡിവൈഡഡ് ബൈ 100 ഓൾ പവർ n. ഇവിടെ Pൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 9000. 1 + ആറിൻ്റെ വാല്യൂ എത്രയാണ്? 10% തന്നെയാണ് വരുന്നത്. ഡിവൈഡഡ് ബൈ 100. എൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 2. 2 വർഷത്തേക്കല്ലേ. അപ്പം നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. ആദ്യം ഇവിടെ ബ്രാക്കറ്റിൽ വരുന്നത് ഒരു പൂജ്യം ഇവിടെ പോയി, ഇവിടെ ഒരു പൂജ്യം പോയി. 1/10 വരും, പ്ലസ് 1 കൂടെ വരും. അതിന് നമുക്ക് 11/10 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ 9000 × 11/10 ഹോൾ സ്ക്വയർ. 9000. 11ൻ്റെ സ്ക്വയർ എത്രയാണ് വരുന്നത്? 121. 121 ഡിവൈഡഡ് ബൈ 10ൻ്റെ സ്ക്വയർ 100. 2 പൂജ്യം ഇവിടെയുണ്ട്, 2 പൂജ്യം ഇവിടെയുണ്ട്, ക്യാൻസലായിപ്പോയി. അപ്പോൾ 90 × 121. അപ്പോൾ 121 × 9 ചെയ്തിട്ട് ലാസ്റ്റ് ഒരു പൂജ്യം ഇട്ട് കൊടുത്താൽ മതി. 121 × 9. 9 9. 29 എന്ന് പറയുമ്പോൾ 18 8 ശിഷ്ടം 1. 9 9. 9 + 1 എന്ന് പറയുമ്പോൾ 10. പിന്നെ ഒരു പൂജ്യം ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ 10,890. 10,890 നമുക്ക് വരുന്നത്. എന്താണ് ഈ എമൗണ്ട്? 10,890. ഏത് ഓപ്ഷനാണ് കറക്റ്റ് വരുന്നത്? 10,890 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് compound interest on ₹11,000 in 2 years at 4% per annum interest compounded yearly. നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല അറിയാം. എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് = P × 1 + R ഡിവൈഡഡ് ബൈ 100 ഓൾ പവർ n. അപ്പോൾ Pൻ്റെ വാല്യൂ എന്താണ്? 11,000. പിന്നെ ആറിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 അല്ലേ വരുന്നത്? 4 ഡിവൈഡഡ് ബൈ 100. എന്നിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 2. അപ്പം നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. ആദ്യം ബ്രാക്കറ്റുള്ളത് ചെയ്യാം. 4/100 എന്നുള്ളത് നമുക്ക് എന്താക്കി എഴുതാം? 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2/50 എന്ന് എഴുതാം. അല്ലെങ്കിൽ അതിനെ 1 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1/25 എന്ന് എഴുതാലോ.
അപ്പോൾ 1+1/25 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 26/25 വരും. മൈനസ് പി ഉണ്ട്, അത് ഞാനിവിടെ എഴുതിയിട്ടില്ല, നമുക്ക് എഴുതാം. പിന്റെ വാല്യൂ എത്രയാണ്? 11,000 തന്നെ. 11,000 ഇൻറ്റു എത്രയാണ്? 26/25 ഹോൾ സ്ക്വയർ മൈനസ് 11,000 തന്നെ. 26ന്റെ സ്ക്വയർ എത്രയാണ് വരുന്നത്? 676 അല്ലേ? 26ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 676. 25ന്റെ സ്ക്വയർ എത്രയാണ്? 625. അപ്പോൾ നമുക്ക് ഇത് 26ഉം 25ൻ്റെയും സ്ക്വയറിൻ്റെ വാല്യൂസ് എഴുതാം. 676/625 മൈനസ് എന്താണ്? 11,000 വരും. ഇനി നമുക്ക് 676/625 ചെയ്യാം. 625 എത്ര വട്ടം പോകും? ഒരു വട്ടമല്ലേ പോവുള്ളൂ. 625. 6ൽ നിന്ന് 5 പോയിട്ടുണ്ടെങ്കിൽ 1, 7ൽ നിന്ന് 2 പോയിട്ടുണ്ടെങ്കിൽ എത്രയാണ് വരുന്നത്? 5. 51 വരും. ഒരു 0 ഇട്ടു, പോവില്ല. 510 പോവില്ലല്ലോ, ഒരു 0 ഇവിടെ ഇടാം. അപ്പോൾ 5000 പോകണമെങ്കിൽ 8 വട്ടം പോവും. 5000. പിന്നെ എത്രയാണ്? 100 പോവില്ല, ഒരു 0 ഇട്ട് കൊടുത്തു. 1000ൽ എത്ര വട്ടം പോവും? ഒരു വട്ടമല്ലേ പോവുള്ളൂ. 625. 625. 10ൽ നിന്ന് 5 പോയിട്ടുണ്ടെങ്കിൽ 5, 9ൽ നിന്ന് 2 പോയിട്ടുണ്ടെങ്കിൽ 7, 9ൽ നിന്ന് 6 പോയിട്ടുണ്ടെങ്കിൽ 3. അപ്പോൾ 375ൽ പോവില്ല, ഒരു 0 ഇട്ട് കൊടുത്തു. 3750 എന്ന് പറയുമ്പോൾ എത്ര വട്ടം പോവും? 6 വട്ടം പോവും. അപ്പോൾ 676/625 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1.081 വരുന്നത്. അപ്പോൾ നമുക്ക് ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാലോ. (1130 × 1.0816) മൈനസ് എത്രയാണ്? 11,000 തന്നെ വരുമല്ലോ. അപ്പം നമുക്കിവിടെ 3 0 ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. അന്നേരം എന്ത് ചെയ്യണം? ഇവിടുത്തെ ഈ ഡെസിമൽ പോയിന്റ് 3 പ്ലേസ് റൈറ്റിലേക്ക് നമുക്കെടുത്ത് മാറ്റി വരയ്ക്കണം. അപ്പോൾ 1, 2, 3. അപ്പോൾ എത്രയാണ് വരുന്നത്? 11 × 10 81.6 ആവും. മൈനസ് 11,000 വരും. അപ്പം നമുക്ക് 11 × 10 81.6 ചെയ്യാം. 10 81.6 × 11 അല്ലേ വരിക? 1 6 1 8 0 1 6 1 8 0 1 6 7 9 8 1 1. ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് നമ്മൾ ഇടണം. അപ്പോൾ എത്രയാണ് വരുന്നത്? 11,897.6 വന്നിട്ടുള്ളത്. അപ്പോൾ 11,897.6ൽ നിന്ന് 11,000 പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 897.6 കിട്ടുമല്ലോ. 897.6. അപ്പോൾ അതാണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്നത്. 897.6 എന്ന് പറയുമ്പോൾ ഏതാണ് ഓപ്ഷൻ? ഒന്നാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ
വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പെയ്ഡ് വെൻ എ സം ഓഫ് ₹20,000 ഈസ് ഇൻവെസ്റ്റഡ് ഫോർ 1 year 4 months അറ്റ് 7.5% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പെർ ആനം കോമ്പൗണ്ടഡ് ആനുവലി ഈസ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ നമുക്കിവിടെ ഒരു കോംപ്ലിക്കേഷൻ വരുന്നുണ്ട്. എന്താണ്? 1 വർഷം 4 മാസം എന്നാണ് തന്നിട്ടുള്ളത് ടൈം. അപ്പം നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. പിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 20,000. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പം 7.5%. പിന്നെ വർഷം നോക്കുകയാണെങ്കിൽ T=N= എത്രയാണ് വരിക? 1 വർഷവും 4 മാസവും. നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത് ആനുവലി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഫസ്റ്റത്തെ വർഷത്തെ എമൗണ്ട് കണ്ടുപിടിക്കാം. എമൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റത്തെ വർഷത്തെ ഇൻട്രസ്റ്റും പിന്നെ പ്രിൻസിപ്പൽ എമൗണ്ടും അത് രണ്ടും കൂടെ ആഡ് ചെയ്തത്. അപ്പോൾ നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാം? എമൗണ്ടിൻ്റെ ഫോർമുല ഉപയോഗിക്കാം. A=P × 1+6/100 ഹോൾ പവർ n. പിൻ്റെ വാല്യൂ എത്രയാണ്? 20,000. 1+6ൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 7.5/100 വരും. എന്നിൻ്റെ വാല്യൂ എന്താണ്? നമ്മൾ ആദ്യത്തെ വർഷത്തിലേക്കാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 1. അപ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് 7.5/100 ഉണ്ട്. ഇപ്പറൊരു പ്ലസ് 1 ഉണ്ടല്ലോ. അപ്പോൾ 1നെ നമുക്ക് 1/1 എന്ന് എഴുതാം. എന്നിട്ട് 100നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടി. അപ്പോൾ 100 + 7.5 വരുമല്ലോ. അപ്പോൾ 107.5/100 ആണ് വരിക. 20,000 × 107.5/100. അപ്പോൾ 100ൻ്റെ 2 പൂജ്യം 20,000 നിന്ന് 2 പൂജ്യം ക്യാൻസലായി. എത്ര വരുന്നത് ബാക്കി? 200 × 107.5 വരും. അപ്പോൾ നമുക്ക് 200ൻ്റെ ഒരു പൂജ്യം ക്യാൻസൽ ചെയ്യാം. അന്നേരം എന്ത് ചെയ്യണം? ഇവിടുത്തെ ഡെസിമൽ പോയിന്റ് റൈറ്റ് സൈഡിലേക്ക് ഒരു പ്ലേസ് മാറും. 20 × 10.75 വരും. അപ്പോൾ നമുക്ക് 10.75 × 2 ചെയ്തിട്ട് ഒരു പൂജ്യം ലാസ്റ്റ് ആഡ് ചെയ്യാം. 10.75 × 2 10 ശിഷ്ടം 1 14 15 5 ശിഷ്ടം 1 ഒരു 2 2 പിന്നെ ഒരു പൂജ്യം ഉണ്ടല്ലോ, അതും കൂടെ കൊടുക്കുക. അപ്പോൾ 21,500 ആണ് വരുന്നത്. എമൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ ഇൻട്രസ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ എമൗണ്ടും ഉണ്ടാവും. 21,500 ആണ് അത് വന്നിട്ടുള്ളത്. 21,500. ഇനി നമുക്ക് അടുത്ത എന്താണ് ചെയ്യേണ്ടത്? ബാക്കി 4 മാസമല്ലേ ഉള്ളത്. അപ്പം 4 മാസത്തേക്ക് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് = P × R × T/100. പിൻ്റെ വാല്യൂ എത്രയാണ് ഇനി നമ്മൾ എടുക്കേണ്ടത്? പിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 21,500 എടുക്കണം. 21,500. ആറിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 7.5. ടീൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 4 മാസമാണ്. 4 മാസത്തിന് നമുക്ക് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാലോ. അപ്പോൾ എന്താവും? 4/12 എന്ന് എടുക്കാം. 4 എത്ര വട്ടം പോവും? 4 ഒരു വട്ടം പോവും. 12 എത്ര വട്ടം പോവും? 3 വട്ടം പോവും. അപ്പോൾ 1/3 എന്ന് വരും.
പിന്നെ ഒരു 100 ഡിവൈഡഡ് ചെയ്യാനും ഉണ്ടാവും. 100ൻ്റെ 2 പൂജ്യം 500ൻ്റെ 2 പൂജ്യം പോയി. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ മതി. 215 ഇൻറ്റു 7.5 ചെയ്യുക ആദ്യം. 215 ഇൻറ്റു 7.5 75 ചെയ്തിട്ട് പിന്നെ ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. 5 25 5 ശിഷ്ടം 2 1 5 5 2 7 2 5 10 7 5 35 5 ശിഷ്ടം 3 1 7 7 3 10 ശിഷ്ടം 1 2 7 14 15 5 12 2 ശിഷ്ടം 1 6 1 പിന്നെ ഒരു ഡെസിമൽ പോയിന്റ് ഇല്ല, അതും കൊടുക്കുക. അപ്പം നമുക്ക് എത്രയാണ് വരുന്നത്? 1612.5 1612.5 ഇൻറ്റു എന്താണ് വരുന്നത്? 1/3 കൂടെ ഉണ്ട്. അപ്പം നമുക്ക് 1612.5നെ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 1612.5 നമുക്ക് 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 3 എത്ര വട്ടം പോവും? 16ൽ 5 വട്ടം പോവും. 3 5 15 1 11ൽ എത്ര വട്ടം പോവും? 3 വട്ടം 9 പിന്നെ 2 22ലാണെങ്കിലോ 3 7 21 21 1 5 15ലാണെങ്കിൽ എത്ര വട്ടം പോവും? 3 5 15 അപ്പോൾ 537.5 കിട്ടും. 4 മാസത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 537.5. ഇനി എന്താണ് നമുക്ക് അടുത്ത കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാം. ആദ്യത്തെ വർഷത്തെ എമൗണ്ട് എത്രയാണ് വരുന്നത്? 21,500 പിന്നെ രണ്ടാമത്തെ വർഷത്തെ ആ എമൗണ്ടിൻ്റെ പലിശ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ 537.5. അത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എമൗണ്ട് കിട്ടുമല്ലോ. എത്രയാണ് വരുന്നത്? 21,500 537.5 5 7 3 10 2 2 22,037.5. അതാണ് ടോട്ടൽ എമൗണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്യണം? പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് ചെയ്യാം. അന്നേരം നമുക്ക് എന്ത് കിട്ടും? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. എത്ര? 20,000 അല്ലേ വരുന്നത്? അഞ്ച് 7 3 0 2 ഇപ്പോൾ 2037.5 2037.5 എന്ന് പറയുമ്പോൾ ഏതാണ് ഓപ്ഷൻ വരുന്നത്? രണ്ടാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര ക്വസ്റ്റ്യൻസാണ് നോക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കുറേ ലെങ്ത് ആയി പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.